മറ്റൊരു വാർത്തയിലേക്കാണ്. ഡിവൈഎഫ്ഐ നേതാവ് PM മാർഷോയുടെ PG കോഴ്സ് പ്രവേശനത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്. PG കോഴ്സിൽ ചട്ടവിരുദ്ധമായി പ്രവേശനം നേടിയതിനെ തുടർന്നാണ് അന്വേഷണം. 6ാം സെമസ്റ്ററിൽ ആവശ്യമായ ഹാജറില്ലാതെയാണ് 7ാം സെമസ്റ്ററിലേക്ക് ആർഷോ അഡ്മിഷൻ നേടിയത്. ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിലെ വിദ്യാർത്ഥിയായിരുന്നു PM ആർഷോ. ജ്യോതിഷ് മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജ്യോതിഷ, വലിയ രീതിയിൽ വിവാദമായിരുന്നു ആർഷോയുടെ ഈ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവേശനം എന്നുള്ളത്. എന്തായാലും തുടരന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, പഴയ സിൻഡിക്കേറ്റ് അടക്കം മാറിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം വരുമ്പോൾ അതെങ്ങനെയാണ്? ഭദ്ര, 3 അംഗ സമിതിയെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഡോക്ടർ ആൽഫൻ മാർട്ട്, ഡോക്ടർ ആതിര പ്രകാശ്, പ്രമോദ് ഗോപിനാഥ് എന്നിവരുടെ 3 അംഗ അന്വേഷണ സമിതിയായിരിക്കും ഈ ആർഷോയുടെ ഈ കേസ് അന്വേഷിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ഈ 2023-24 കാലഘട്ടത്തിൽ ആർഷോ ഇത്തരത്തിൽ ഇന്റഗ്രേറ്റഡ് ആർക്കിയോളജി കോഴ്സ് ആയിരുന്നു മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്നത്. ആ സമയത്താണ് 7ാം സെമസ്റ്ററിലേക്ക് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവേശനം നേടുന്നത്. അതായത് 6ാം സെമസ്റ്ററിൽ വേണ്ടത്ര ഹാജർ നില ആർഷോയ്ക്ക് ഉണ്ടായിരുന്നില്ല. 10% താഴെ മാത്രമായിരുന്നു ഹാജർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗമായിരുന്നു അന്ന് ഇത് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് അന്നത്തെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ സിൻഡിക്കേറ്റ് യോഗം വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് ഇതിന്റെ മറ്റ് വിവരങ്ങളും വിശദീകരണങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തത് കൊണ്ട് അന്ന് താക്കീത് നൽകി തീർപ്പാക്കി വിട്ട ഒരു പരാതിയായിരുന്നു ഇത്. പിന്നീട് ഇപ്പോൾ സിൻഡിക്കേറ്റ് മാറി UDFന്റെ സിൻഡിക്കേറ്റ് ആണ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതുകൊണ്ട് അന്ന് നടന്ന, അതായത് കഴിഞ്ഞ ഭരണസമിതി, കഴിഞ്ഞ സിൻഡിക്കേറ്റിന്റെ കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആർഷോയുടെ വിഷയവും അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 3 അംഗ സമിതി ആയിരിക്കും ഇത് അന്വേഷിക്കുക. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, മുൻ ഇടത് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന P ഹരികൃഷ്ണൻ കൃത്രിമ രേഖയുണ്ടാക്കി യാത്രാബത്ത ഉൾപ്പെടെയുള്ള വൻ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതിലും സമഗ്രമായി അന്വേഷണം നടത്താനും ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും വിശദമായി അന്വേഷിക്കാനാണ് തീരുമാനം. ഈ വിവാദങ്ങളെല്ലാം, ഈ വിഷയങ്ങളെല്ലാം തന്നെ MG യൂണിവേഴ്സിറ്റിക്ക് മാനഹാനി ഉണ്ടാക്കി എന്നുള്ള ഒരു വിലയിരുത്തലും സിൻഡിക്കേറ്റിന് നിലവിലുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ സമഗ്രമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. PM ഹർഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. പരീക്ഷ എഴുതാതെ പാസ്സായി എന്നുള്ള റിസൾട്ട് വന്നതൊക്കെ ഉൾപ്പെടെ വലിയ വിവാദങ്ങളായിരുന്നു. പിന്നീട് വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ റിസൾട്ട് തിരുത്തപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പല വിവാദങ്ങളും സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു മുൻ സിൻഡിക്കേറ്റിന്റെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കാനാണ് നിലവിലെ തീരുമാനം. ഭദ്ര. ശരി ജ്യോതിഷ്, എന്തായാലും ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിലെ വിദ്യാർത്ഥിയായിരുന്നു PM മാർഷോ. സിൻഡിക്കേറ്റ് മാറുന്നു, അന്വേഷണവും പുരോഗമിക്കുകയാണ്.